ഡാർക്ക് ഹിസ്റ്ററി ഓഫ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ. ഇപ്പോൾ കോളേജിലേക്ക് പോകാം ഗൈസ്, കോളേജിലേക്ക് പോകാം. വണ്ടി നോക്കിയാൽ ഇപ്പോൾ പോകാം ഗൈസ്. ICICI രാവിലെ വിഷ് ചെയ്തു ഗൈസ്, വിഷ് ചെയ്തു രാവിലെ തന്നെ. താങ്ക് യു. പക്ഷെ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായ കാരണം അത് ഡേറ്റായി. സ്റ്റോറേജ് ഫുള്ളാണ്. പിന്നെ 11% ഉള്ളൂ. ഇതിൽ 8-9% നമ്മൾ ശബരിയുടെ എത്തിയിരിക്കും ഗൈസ്. ഇവിടെ ശബരി കാണാണ്ടോ? ശബരി സെൻട്രൽ സ്കൂൾ അവിടെ എത്തിയിരിക്കുകയാണ്. നമുക്ക് ചാർജ് അനുസരിച്ച് സ്വിച്ച് ടു സ്വിച്ച് ചെയ്യാൻ പറ്റില്ല, സ്റ്റോറേജ് ഇല്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വരാം. ബൈ ബൈ ഗൈസ്, ബൈ. എത്ര ആൾക്കാർ സ്കാം 982 കണ്ടിരുന്നു? എത്ര ആൾക്കാർ കണ്ടിരുന്നു ഗൈസ്? ഹർഷത് മേഹത്തെ എത്ര ആൾക്കാർ കണ്ടിരുന്നു? സ്കാം 1992 സ്കാം അല്ല സത്യം പറഞ്ഞാൽ. അത് ഞാൻ പറയണില്ല, ഞാൻ പറഞ്ഞാൽ അത് വിവാദമാവും, എന്തെങ്കിലുമൊക്കെ പ്രശ്നമാവും. എത്ര ആൾക്കാർക്ക് അറിയാം ഹർഷത് മേഹത്തെ പെടുത്തിയതാണ്? കുറച്ച് ട്രേഡേഴ്സിന് അറിയണ്ടാവും. അതും ദലാൽ സ്ട്രീറ്റ്, അതായത് സ്റ്റോക്ക് മാർക്കറ്റ് BSE കുറച്ച് ആൾക്കാർക്ക് ദലാൽ സ്ട്രീറ്റ് എന്നല്ലേ പറയാം. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് അറിയാം എന്താണ് ഹർഷത് മേഹത്തയ്ക്ക് ഉണ്ടായതും എന്തുകൊണ്ട് പ്രശ്നം. ഈ ഷോബാജി അതായത് ഈ ഷോ ഓഫ് ഒന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഹർഷത് മേഹത്ത സ്ട്രൈറ്റ് ഫോർവേഡാണ്. ഇൻട്രോവേർട്ട് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഔട്ട്രോവേർട്ട് പറയാറില്ല, മിഡിലാണ്. ആള് എല്ലാ സൂട്ടും ബൂട്ടും ഒക്കെ ആയിട്ട് വരും, സെറ്റ് മനുഷ്യനായിരുന്നു. പക്ഷെ എത്ര ആൾക്കാർ പെടുത്തിയതാണെന്നറിയാം. രക്ഷപ്പെടായിരുന്നു, പക്ഷെ പെടുത്തിയതാണ്. ഇപ്പോഴത്തെ റിച്ചസ്റ്റ് പേഴ്സൻ്റെ അല്ല, നമ്മുടെ ഫോബ്സിൻ്റെ റിച്ചസ്റ്റിൽ ഇന്ത്യയിൽ ഓരോ 2-3 ആൾക്കാരുണ്ടല്ലോ എടുത്ത. ഇപ്പോൾ അനിയൻ പോയി, ഏട്ടനല്ലേ ഇപ്പോൾ റിച്ചസ്റ്റ്, അറിയണ്ടാവും. വലിയ ഇൻഡസ്ട്രിയാണ് അവർ, കുറേ ആൾക്കാരുണ്ട്. എത്ര ആൾക്കാർക്ക് ഹർഷത് മേഹത്ത പെടുത്തിയതാണ് ഉറപ്പായിട്ടും. അല്ലെങ്കിൽ ഹർഷത് മേഹത്ത 1992 എന്താ ഇന്ത്യത്തെ ഏറ്റവും വലിയ ടാക്സ് ഫെയർ ആണ്, അഡ്വാൻസ് ടാക്സ് ഫെയർ ആണ്. 26 കോടിയോ എത്രയാണ് അന്ന് അയാൾ ടാക്സ് അടച്ചിരുന്നത്. അത്രയും ഇതായിരുന്നു, പെടുത്തിയതാണ് ഉറപ്പായിട്ടും. നിങ്ങൾക്ക് ഫുൾ വീഡിയോ ഹർഷത് മേഹത്തയെ കുറിച്ചിട്ട് വേണം, അല്ലെങ്കിൽ ഓൾഡ് ഹിസ്റ്ററി ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് 1992 വേറെ സ്കാം 1.4 1.7 ആ സമയത്ത് 1954 എന്നാണ്. 1967 52-67 ഉള്ളിൽ സ്കാം നടന്നിരുന്നു. അതിന് ഹിസ്റ്ററി വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഗൈസ്. സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾ ഇത് കാണുന്ന പോലെ 1 ലക്ഷം ഞാൻ ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കി, 2 ലക്ഷം ഞാൻ ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കി ഒന്നല്ല. ഈ കാണുന്ന ഒന്നല്ല. ഓരോ ആൾക്കാർ 200, 300, 500, 1000, 2000 കോടി വരെ ഷോർട്ട് സെല് ചെയ്തിട്ട് ഉണ്ടാക്കിയ കഥ ഉണ്ട്. ഇപ്പോഴത്തെ വലിയ ഇൻവെസ്റ്ററാണ് അവരൊക്കെയാണ് അറിയാം, കുറേ പേര് അറിയാം. പക്ഷേ ഞാൻ പേര് പറഞ്ഞാൽ എനിക്ക് കേസ് വരും കേസ്, അതാ ഞാൻ പേര് പറയാത്തത്. വേണമെങ്കിൽ ഹിൻ്റൊക്കെ വേണമെങ്കിൽ തരാം, അത് നമുക്ക് പിന്നെ സംസാരിക്കാം കേസ്. അത് ലോങ് വീഡിയോ ഉണ്ട്, ഹർഷത് മേഹത്തെ കുടുക്കിയത് കഥയും ഒക്കെ ഉണ്ട് കേസ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, പിന്നെ വരാം കേസ്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുക ഹർഷത് മേഹത്ത അല്ലെങ്കിൽ സ്കാം 1992 പോലത്തെ സീരീസിൻ്റെ ഡാർക്ക് ഹിസ്റ്ററി ഓഫ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പിന്നെന്താ പറയുക ഷോർട്ട് സെല്ലറിൻ്റെ കഥ അറിയണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ആവും ബിലോ ഗൈസ്. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ലേ ഇതെത്ര ട്രേഡ് ചെയ്ത് ഞങ്ങൾ 1 ലക്ഷം ഉണ്ടാക്കി, അതൊന്നുമല്ല. ശരിക്കുള്ള സ്റ്റോക്ക് മാർക്കറ്റ് എന്താ നിങ്ങൾ അറിഞ്ഞാൽ ഞെട്ടിപ്പോവും. അത്ര ഹിസ്റ്ററിയാണ് അതിനുള്ളത്. ഞാൻ വായത്തെ വെള്ളം പറ്റിക്കുന്നില്ല, പിന്നെ വരാം ഗൈസ്. ബൈ ഗൈസ്. വീട്ടിലെത്തി, ഒരു മിനിറ്റ്. വീട്ടിലെത്തി ഇനി നമുക്കെന്നാ പിന്നെ കാണാം ഗൈസ്. ബൈ. അപ്പോൾ ഗൈസ് നിങ്ങളിപ്പോൾ ഇതിൽ സമയം 12:04 രാത്രി, അതായത് 26-ാം തീയതിത്തെ, അതായത് തലേ ദിവസത്തെ വീഡിയോ വരുമ്പോൾ ശരിക്കും 26-ാം തീയതി ഉള്ളൊന്ന്. ഇപ്പോൾ സമയം 12 മണിയോണ്ടല്ലേ 27 ആയത്. അപ്പോൾ അതായത് ഇന്നിപ്പോൾ ഇതിൽ കാണിക്കുന്ന ശനിയാഴ്ചയാണ്. പക്ഷേ നിങ്ങൾ ശനിയാഴ്ച കാണണ്ട, പക്ഷേ വെള്ളിയാഴ്ചത്തെ വീഡിയോ ഇടണം വെച്ചിട്ടായിരുന്നു നമ്മൾ 9 മണിക്കല്ലേ ഇടാം. പക്ഷെ നമ്മൾ ഇവിടെ ലുലു പോയി ഗൈസ്, പാലക്കാട് ലുലു പോയതുകൊണ്ട് ലേറ്റായി. അതാണ് ഇപ്പോൾ ഈ വീഡിയോ തന്നെ. അപ്പോൾ ഇപ്പോൾ ഇടണേ ഉള്ളൂ വീഡിയോ, നിങ്ങൾ ഈ സമയത്തൊന്നും കാണണ്ടാവുക. ഇപ്പോൾ അത് എഡിറ്റ് ചെയ്യും, എന്നിട്ട് അപ്ലോഡ് ഇടും ഗൈസ്. ഔട്ട്രോ എടുക്കാൻ മറന്നുപോയി, അതാണ്. ഇനിയിപ്പോൾ നമുക്ക് നാളെ 9 മണിക്ക് തന്നെ കാണാം ഗൈസ്. ഇപ്പോൾ ബായ്. അല്ലെങ്കിൽ നാളെ രാവിലെ ഇടാൻ പറ്റുകയാണെങ്കിൽ നാളെ രാവിലെ ഇടാൻ പറ്റുന്നുണ്ടാവില്ല, നാളെ 9 മണിക്ക് ഇടാം ഗൈസ്. ഇപ്പോൾ ബായ്.